നമ്മളിത് എങ്ങോട്ടാ പോകുന്നത്? ഞങ്ങളെ കണ്ടോ? എന്റെ മൊത്തം അവള് കയറ്റിട്ടാണ് ഇത്ര വലുതായത് കേട്ടോ. അതാണ് ഹായ്, നിനക്ക് എപ്പോഴും വന്ന് കൈ തരുന്ന വീഡിയോ ഉണ്ട് എൻ്റെ ഈ ട്രിപ്പിൻ്റെ പ്രത്യേകത എന്നാന്ന് പറഞ്ഞത് ഞങ്ങളുടെ ലാസ്റ്റ് ട്രിപ്പാണ് എല്ലാവരും ആയിട്ടുള്ള ജോർജിയയിലുള്ള. ഇനി നമുക്ക് നാട്ടിൽ വന്നിട്ട് പോകാൻ ട്രിപ്പ്. അപ്പം ഞങ്ങൾ ബേസിക്കലി അഡ്വഞ്ചേഴ്സ് വിത്ത് ബണ്ണയുടെ കൂടെയാണ് പോയത്. അറൗണ്ട് 50 ജെല്ലായി. ആൻഡ് ഞങ്ങളൊരു 7 o'clock ആയപ്പം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു വണ്ടി. അപ്പം ഈ സ്ഥലം ലൊക്കേറ്റ് ചെയ്യുന്നത് ലാഗോദേക്കിയിലാണ്. ലാഗോദേക്കിയിലെ നീനോസ് കേവ് വാട്ടർഫോൾ കാണാനാണ് നമ്മൾ പോണത്. അപ്പം നമ്മൾ വാട്ടർഫോള് ലൊക്കേറ്റ് ട്രെയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം കുർച്ചേനിയാനി വില്ലേജിലാണ്. അപ്പോൾ മെയിൻ ലാഗോദേക്കി സ്ഥലത്തുനിന്ന് ഒരു 11 kilometer ദൂരെയായിട്ടാണ് ഈ വില്ലേജ് ലൊക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വാട്ടർ പ്രൂഫ് ഹൈക്കിംഗ് ഷൂസ് യൂസ് ചെയ്യണം. ബിക്കോസ് നമ്മൾ സാധാ ഷൂസൊക്കെ ഇട്ടുകൊണ്ട് പോയാൽ അതൊക്കെ ചെളിയിലൊക്കെ കൊണ്ടുപോകാൻ നല്ല ചാൻസ് ഉണ്ട്. നമ്മൾ ഇട്ടുകൊണ്ട് പോകുന്ന ഷൂസ് ആയിരിക്കുന്നില്ല നമുക്ക് തിരിച്ചു വരുമ്പോൾ കിട്ടണമെന്നുള്ളത്. പിന്നെ ഫസ്റ്റ് എയ്ഡായിട്ട് പാരസെറ്റമോൾ അല്ലെങ്കിൽ ലോപ്രമൈഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കയ്യിലെടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം പോണ വഴിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ ഭയങ്കര പാടായിരിക്കും. ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റുള്ളൂ. പിന്നെ സ്നാക്സ്, മിനി എനർജി ബാർ, ഞങ്ങളിങ്ങനെ പഴവും ഫ്രൂട്ട്സും പിന്നെ ഞങ്ങൾ പോണതിന് മുമ്പായിട്ട് ഒരു സാൻഡ്വിച്ച് പോലെ ഉണ്ടാക്കിയായിരുന്നു. ലൈക്ക് കട്ട്ലേറ്റും ബ്രെഡും കൂടെ വെച്ചിട്ട് കഴിച്ചിട്ടാണ് ഞങ്ങൾ നടക്കാൻ തുടങ്ങിയത്. കാരണം നമ്മൾ ഭയങ്കരമായിട്ട് ഡ്രെയിൻ ആവും. പട്ടി കിതയ്ക്കണ പോലെ കിതയ്ക്കും. ഇതെനിക്ക് വ്ളോഗൊന്നും മൊത്തത്തിൽ എടുക്കാനൊന്നും പറ്റിയില്ല. കാരണം ഭയങ്കര ടയറിങ് ആയിരുന്നു. അപ്പം കൈയൊക്കെ നമ്മളിങ്ങനെ നടന്നൊരു നമ്മുടെ കണ്ണിൽ നിന്നൊക്കെ പൊന്നിച്ചിറക്കും അതുപോലത്തെ അവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് നിർത്തി വാക്കിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്തല്ലേ ഞാൻ എവിടെയെങ്കിലുമൊക്കെ വീഴും. അതുകൊണ്ട് ഞാൻ അത് നിർത്തിയിട്ട് വാക്കിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. കാരണം ശരിക്കും ഇങ്ങനെ നമ്മളാണോ കറങ്ങണത് ഭൂമിയാണോ കറങ്ങണതെന്ന് തോന്നും. ആ ഒരു സിറ്റുവേഷൻ വരെ എത്തി. അതുപോലത്തെ അവസ്ഥയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയപ്പം 4 kilometers മുകളിലോട്ടുള്ള കയറ്റമായിരുന്നു, 4 kilometers താഴോട്ടുള്ള ഇറക്കമായിരുന്നു. അതുപോലെ തന്നെ തിരിച്ചു വരുമ്പോൾ 4 kilometers കയറ്റവും 4 kilometers ഇറക്കും. മൊത്തത്തിൽ ഒരു 16 kilometers ഉണ്ട്. നമുക്കൊരു 4 to 6 hours എടുക്കും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ രജിസ്ട്രേഷൻ ഫീസോ കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ഫ്രീ ആണ്. പിന്നെ നമ്മൾ പോണ വഴിക്ക് കുറേ റിവർ ക്രോസിങ് തിങ്സൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്കും നല്ല ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് പോകണം. സ്ലിപ്പറി ആയിട്ടുള്ള റോക്സ് ഒക്കെ ഉണ്ട്, അപ്പോൾ അത് സൂക്ഷിക്കണം. വെതർ എപ്പോഴും നമുക്കങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. സണ്ണിയാന്നൊക്കെ കാണിക്കും, പക്ഷെ അവിടെ ചെല്ലുമ്പം റെയിനി ആയിരിക്കും. റെയിനിയാന്ന് കാണിക്കും, അവിടെ ചെല്ലുമ്പോൾ സണ്ണി ആയിരിക്കും. അപ്പം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. 2 രീതിയിലുള്ള ഡ്രസ്സും കൊണ്ട് പോകണമായിരിക്കും നല്ലത്. പേടിയാണോ ക്രോസ് ചെയ്യാൻ? പേടിയാണോ ക്രോസ് ചെയ്യാൻ? ഞാൻ പോസ്റ്റ് ഫ്രീ വിടും കേട്ടോ. പേടിയുണ്ടോ ഗൈസ്? ഒരു പേടിയില്ല. ലക്ഷ്യ തിളക്കാൻ പോയി.
കംപ്ലീറ്റ് ദ നെക്സ്റ്റ് ടാസ്ക്. ഇതൊക്കെ നല്ല സിമ്പിൾ സാധനം. അപ്പുറത്തെ വീട്ടിലൊക്കെ ഓടി ചാടണം, ഒന്നുമില്ല അല്ലേ. നോട്ട് അറ്റ് ഓൾ ടാസ്ക്. അതാണ് അട്ട. ഒച്ചിന്റെ കുഞ്ഞ്. കാടും മഴയും താണ്ടി അവിടെ ഒന്നും അവരെ കാണുന്നില്ലേ? കണ്ടുപിടിച്ച് നിങ്ങളുടെ കുട്ടൻസ് കണ്ടുപിടിച്ച് വീണ് 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 അവിടെ വീണ് അവിടെ ചളുക്കെന്ന് പറഞ്ഞു വീണിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ഒരെണ്ണം വീണ്. വീഡിയോ ഉണ്ട് ആടുത്തലഞ്ഞു പോണം. അത് ചില ദുർബല നിമിഷങ്ങൾ നല്ല പറയും. അത്രയും വേണ്ടായിരുന്നു ക്രിസ്ത്യനെ, അത്രയും വേണ്ടായിരുന്നു. കടമറ്റത്ത് കത്തനാറ് പോണോ? നാശത്തിലേക്കാ നിങ്ങളെ പോക്ക്. അത് താൻ കാണിച്ചതിനാ. എന്നോ ഞാനും അലേഷും കൂടെ മറ്റേ ഇൻസ്റ്റഗ്രാമിൽ ഒരു ട്രെൻഡ് ഇല്ലേ, അത് ഇങ്ങനെ നടന്ന് ഇങ്ങനെ എങ്ങനെ പോയാലും കാൻഡിഡ് ഫോട്ടോസ് കിട്ടുന്ന പോലത്തെ. ഞങ്ങൾ രണ്ടുപേരും നടന്ന് പൊട്ടന്മാരുടെ പോലെ 2 ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫാമിലി ഗ്രൂപ്പിലിട്ടപ്പോൾ എൻ്റെ അമ്മ നിന്നെ പോലെ അല്ലല്ല, ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗം വെച്ചാൽ നമ്മളെ പോലെ തലയ്ക്ക് വെളിവില്ലാത്ത ഒരുത്തിനെ ഇതിന് വലിയ ഭാഗ്യം വേറെ എന്തുണ്ടെന്ന് എൻ്റെ അമ്മ ഓഡിയോ മെസ്സേജ് അയച്ച ഗ്രൂപ്പില്. ഞാൻ പിന്നെ എന്നെ മാത്രം തലയ്ക്ക് വെളിവില്ലാതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമഡി ആവൂലേ? അലക്ഷ്യം പറഞ്ഞല്ലോ. ഞാൻ 15 എണ്ണത്തിനെ കിട്ടിയിട്ടുണ്ട്. അതെ അതെ, നല്ല വ്യൂ പക്ഷെ കണ്ടുപിടിക്കുന്നില്ല. ഇതോടുകൂടി ഗൈസ് എനിക്കൊരു കാര്യം മനസ്സിലായി. അതൊരു 30 കിലോമീറ്റർ നടക്കേണ്ടി വന്നല്ലേ മനസ്സിലാക്കാൻ. എവിടെ മാജിക് മഷ്റൂം? ഇത് മാജിക് മഷ്റൂം എടി, തൊട്ട ചിലപ്പോ വിഷമൊക്കെ ആയിരിക്കും കേട്ടാ. കയ്യൊക്കെ ഇത് മാജിക് മഷ്റൂം അല്ല. ഡോട്ടി ഡോട്ട് ഉണ്ട്. ഡോട്ടി ഡോട്ട് കറക്റ്റ് ആയിട്ട് അറിയാം. കഴിച്ചിട്ടില്ല കേട്ടോ. അയ്യോ എനിക്കിനി വയ്യ. 6 കിലോമീറ്റർ. ഞാൻ എടുത്തല്ലടാ, ഞാൻ വ്യൂ കണ്ടിട്ട് എടുത്ത. അവിടെ ഞാൻ മ്യൂട്ട് ചെയ്യും. നിങ്ങൾ വേറെ എനിക്ക് വഴിയില്ല. വ്ളോഗൊക്കെ ഭയങ്കര ജർക്കി ആയിട്ട് പോണം. മറ്റേ ആമയും മുയലിലെ മുയലായിട്ട് വന്നോണ്ടിരിക്കും. ഇറങ്ങിയാലും കുഴപ്പമില്ല. എവിടെ കൊണ്ടുപോടാ? എനിക്ക് തോന്നുന്നില്ല കണ്ണൂർന്ന് വ്ളോഗ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ അത് വേറെ ഒരു കഴിവാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്കൂടെ ചാടിക്കയറി മലയ്ക്കകത്ത് പൊക്കത്ത് പോയെന്നുകൊണ്ട് വ്ളോഗും പോട്ടെ. ഫോട്ടോ എടുക്കണം.
എനിക്ക് കാല് കാണുന്നില്ല, കാല് സൂക്ഷിക്കാൻ. പിന്നെന്തിനാ ഞാൻ 15 പേരെ കൂടെ കൂട്ടി? എടാ അവിടം വഴി എങ്ങോട്ടാണോ കയറി പോകേണ്ടത്? അവിടെ നിന്നൊക്കെ എന്തോ വിസിലടിയൊക്കെ കേൾക്കുന്നുണ്ട്. ശരിപ്പില്ലേ പോണു? അവൻ നമ്മുടെ കൂടെ നടന്നല്ലേ. ഇപ്പം ഞങ്ങളുടെ മുഖം കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഡെസ്റ്റിനേഷനിലെത്തി കിതച്ച് കുത്തിയിരിക്കുകയാണ്. നോ, ഇതുവരെ ഒരു 3 or 4 kilometers കഴിഞ്ഞിട്ടില്ല. ഇനിയും കിടക്കുന്നു 5-6 kilometers. എല്ലാവരുടെ മുഖത്ത് ഭാവങ്ങൾ കണ്ടില്ലേ? തിരിച്ചു പോയാൽ മതിയായിരുന്നു, എന്തിന് പൈസ കൊടുത്ത് ഇങ്ങോട്ട് വന്നൊക്കെയാണ് അവരാലോചിക്കുന്നത്. എനിക്കാണെങ്കിൽ പീരീഡ്സ് ആയിട്ട് വയറുവേദന എടുത്തിട്ടുണ്ടല്ലോ, ഒരു രക്ഷയില്ല. അതുകൊണ്ട് എനിക്ക് കാലുവേദനയാണോ വയറുവേദനയാണോ തലവേദനയാണോ ഒന്നും തിരിച്ചറിയാനേ പറ്റുന്നില്ലായിരുന്നു. എവിടെയോ എന്തൊക്കെയോ വേദന എടുക്കേണ്ടതെന്ന് മനസ്സിലായി. പിന്നെ ഈ പോണ വഴിക്ക് ഈ വഴി തന്നെ ആക്ച്വലി ഇതൊരു 4-5 kilometers ട്രക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്താ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ നമ്മൾ പോയിട്ടുള്ള ട്രെയിലൊക്കെ കുറേ മരം വീണും ഓരോ സാധനങ്ങളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞും ഒക്കെ നശിച്ചു പോയി, ഇതുപോലെയൊക്കെ നശിച്ച് കിടക്കണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഇപ്പം വന്ന് 8 kilometer ആയി അങ്ങോട്ടും ഇങ്ങോട്ടും. ആ ഒരു സൈഡിലോട്ടുള്ള ട്രക്കിങ് 8 kilometer ആയി. കാരണം കറങ്ങിയൊക്കെ പോകേണ്ടി വരും, അവിടെ മരം അങ്ങനെ ശരിക്കും 4 kilometer ഉള്ളു. മൊത്തത്തിൽ 8 kilometer ഹൈക്കായിരുന്നു. ഇപ്പം അത് 16 kilometer ആയിട്ടുണ്ട്. വേറൊരു പ്രത്യേകത എന്നാന്ന് പറഞ്ഞാൽ ഈ ഹൈക്കിൻ്റെ, നമ്മൾ മുന്നിൽ കൂടെ പല വഴിയും കാണും. ഏത് വഴി ചെന്നാലും നമ്മൾ ഇവഞ്ച്വലി ആ ഡെസ്റ്റിനേഷനിൽ തന്നെ ചെല്ലും. എല്ലാ വഴിയും കറക്റ്റാണ്. ഏതെങ്കിലും ഒരു വഴി ചിലപ്പോൾ വലുതായിരിക്കും, ചിലപ്പോൾ ചെറുതായിരിക്കും. നമുക്ക് അങ്ങനെ വഴിയൊന്നും നോക്കേണ്ട കാര്യമില്ല, ഏത് വഴി വേണമെങ്കിലും പോവാം. പിന്നെ സൂക്ഷിച്ചു പോകേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെ തന്നെയാണ്. അത് സൂക്ഷിച്ചും കണ്ടു പോയില്ലെങ്കിൽ വല്ലയിടത്തൊക്കെ തലയിടിച്ച് കിടക്കും. അതാണ് നടക്കാൻ പോണത്. തലയിടിച്ചാൽ തീർന്ന്. പിന്നെ പഠിച്ചതൊക്കെ പിന്നെ ഇപ്പൊ കടന്നെ എന്റെ മാതാവേ. പകുതി ലോകം ഞാൻ എടുത്തില്ല, പട്ടി കഥക്കണ പോലെ കഥച്ചത്. എടാ ഫ്രണ്ടിൽ ആൾക്കാരുണ്ടോ? നമുക്കും ഫ്രണ്ടില് അത്രേ ഉള്ളു, ബാക്കി എല്ലാവരും ബാക്കിലാണ്. മനുഷ്യനെ മര്യാദക്ക് വ്ലോഗ് എടുക്കാൻ സമ്മതിക്കാൻ. എമിൽ സുനിൽ 700 മീറ്ററും കൂടെ ഉള്ളു. നോക്കൂ കല്ലക്കൊരുണ്ട് വരും എന്നൊക്കെ പറയണ്. ഞാൻ ഷൂ ഒക്കെ ഒന്ന് മാറ്റി. എനിക്കാണെങ്കിൽ ഈ വാട്ടർഫോൾ വരെയുള്ള ഫുൾ വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ലൈക്ക് അത്രയ്ക്ക് വയ്യായിരുന്നു എനിക്ക്. വയറുവേദന എടുക്കുന്നുണ്ട്, കാലുവേദന എടുക്കുന്നുണ്ട്, എല്ലാം എടുക്കുന്നുള്ളതുകൊണ്ട്. പിന്നെ ഈ പോണ വഴിയൊക്കെ ഭയങ്കര ഇച്ചിരി റിസ്ക് അല്ല, ലൈക്ക് ഇച്ചിരി ഡിഫിക്കൾട്ടാണ് നടക്കാൻ. അപ്പോഴത്തേക്കും കാരണം സ്റ്റീപ്നെസ് കൂടുതലാണ്. അപ്പം കുറേ പ്രാവശ്യമൊക്കെ ഫോൺ വ്ളോഗിങ് നിർത്തി ചെയ്യേണ്ടി വന്നു. അപ്പം കംപ്ലീറ്റ്ലി ഒന്നും എടുക്കാനൊന്നും പറ്റിയൊന്നുമില്ല. അപ്പോൾ റാൻഡം ക്ലിപ്സ് പോലെയാണ് വന്നേക്കുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും ഇനി ഈ പരിപാടിക്ക് മേലെ ഇറങ്ങുമെന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും ഇനി ഇങ്ങനത്തെ പരിപാടിക്ക് ഇറങ്ങും ഒരു സമാധാനം കിട്ടുന്ന പരിപാടിയാണ്. അപ്പം എന്തായാലും ഇറങ്ങുന്ന കണ്ണ് പിടിക്കുന്നില്ല. അവരൊക്കെ എങ്ങനെയോ പോകുന്നുണ്ട്. പകുതിപ്പേരെയൊന്നും കാണില്ല. 2 വണ്ടി ആൾക്കാരുണ്ടായിരുന്നു, 2-1 മാത്രം. ബാക്കിയൊക്കെ എവിടെ പോയോ? കാറ്റ്, നല്ല കാറ്റ്. ഫോണില് ആണോ മേഘം പോണണ്ട? മേഘം ഫോണിൽ എത്ര ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ റീലായിട്ട് കാണാൻ നല്ല രസമുണ്ട്.
നമ്മൾ ഓൾമോസ്റ്റ് എത്താറായി. അവിടെ ഒരു ചെറുത് കാണുന്നുണ്ട്, പക്ഷെ അതല്ല സംഭവം. നമ്മളെ കുറച്ച് മുമ്പ് 700 മീറ്ററിനുള്ളിൽ എത്തും എന്നാണ് അറിഞ്ഞത്, പക്ഷെ ഇപ്പം അത് താഴെ ആയിട്ടുണ്ട്. നമ്മൾ ഞാനാണെങ്കിൽ ചെരുപ്പ് മാറ്റി ഷൂവിലോട്ടായപ്പം വടി അവിടെ എങ്ങാണ്ട് വെച്ച് മറന്നുപോയി. പിന്നെ അവിടെ വെച്ചെന്ന് മറന്നു. ഞാൻ പേമിൽ എനിക്ക് പിടിച്ചടക്കാൻ ഒരു വടി തന്നത്. അയ്യോ, സൗണ്ട് കേൾക്കണം കേട്ടാ. കയ്യുകാലൊക്കെ തളർന്നു പോണു. ഗ്രിപ്പ് ദേ കിടക്കണം പറഞ്ഞത് ഇതാണ്.
തിരിച്ച് ഈ സ്ഥലത്ത് വന്നിരിക്കുകയാണ്. എന്ത് സാധനമാണ് എനിക്ക് അറിയത്തില്ല. ഉണ്ട് അങ്ങനെ നമ്മൾ തിരിച്ചെത്തി. ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ചെയ്തോട്ടെങ്കിൽ തോടയിലോട്ടിടാം. എനിക്ക് വയറുവേദന എടുത്തിട്ട് ഓടി വന്നതാടാ. എങ്ങനെ ഉണ്ടായിരുന്നു? പാറച്ചാനിന്ന് എല്ലാം എങ്ങനെ ഉണ്ടായിരുന്നടാ? നല്ലാണാ? ഇനി ചെയ്യുക കാശ് കൊടുത്ത് ചെയ്യൂല. ഇനി ട്രക്ക് ചെയ്യുക. എന്നോട് ഞങ്ങള് രണ്ടാമത്തെ പോവാ. ഇല്ല 30 കിലോമീറ്റർ നടന്നപ്പോ മനസ്സിലായി പോവില്ല. ഞാൻ തന്നത് ട്രക്കിംഗ് എന്റെ ഒരു ഇതല്ല. ട്രക്കിംഗ് ഈസ് നോട്ട് ഫോർ മീ.